നമസ്കാരം. ഇന്നിതാ അസദുദ്ദീൻ ഒവൈസിയും പറഞ്ഞിരിക്കുന്നു, തനിക്ക് വന്ദേമാതരത്തെ ബഹുമാനിക്കാൻ കഴിയില്ല. വന്ദേമാതരം ഒരു മതഗാനമാണ്, മതഗീതമാണ്. തൻ്റെ രാജ്യത്തോടുള്ള ആത്മാർത്ഥത തെളിയിക്കേണ്ടത് വന്ദേമാതരം ആലപിച്ചിട്ടല്ല എന്നാണ് പറയുന്നത്. വന്ദേമാതരം എങ്ങനെയാണ് മതഗീതമായി മാറുന്നത്? ഇത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമാണ്. ഈ ദേശീയ ഗീതത്തിന് എന്തിനാണ് ഇവരെല്ലാവരും തന്നെ മതാത്മകമായ ഒരു ഛായ കൊടുക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്താണ് വന്ദേമാതരം രചിക്കുവാനുള്ള സാഹചര്യം? അത് സന്യാസി റിബലിയൻ്റെയും ഫക്കീർ റിബലിയൻ്റെയും കാലഘട്ടത്തിലാണ് അത് രചിച്ചത്. അത് ദേശീയതയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട ഗീതമാണ് വന്ദേമാതരം. 1896 കോൺഗ്രസിൻ്റെ തന്നെ കൽക്കത്ത സെഷനിലാണ് ആദ്യമായി വന്ദേമാതരം ആലപിച്ചത്. വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. 1896 മുതൽ 1937 വരെയുള്ള കോൺഗ്രസിൻ്റെ എല്ലാ സെഷനുകളിലും വന്ദേമാതരം ആലപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വന്ദേമാതരം 1937 ശേഷം ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രം ഉദ്ധരിക്കുകയും അതിനുശേഷമുള്ള ശ്ലോകങ്ങൾ ഒഴിവാക്കുകയും ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് നെഹ്റുവും ജിന്നയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. എന്തിനാണ് ഇത്രയധികം ഇസ്ലാമിക പ്രീണനം? രാജ്യത്തിൻ്റെ ദേശീയ ഗീതം എണ്ണമറ്റ യുവാക്കളെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുയർത്തിയ ഗീതമാണ് വന്ദേമാതരം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടം 1906 തുടങ്ങുന്നു. സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. ആ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ വന്ദേമാതരം ചൊല്ലിക്കൊണ്ടാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച യുവാക്കളെ വിപ്ലവാത്മക ബോധം ജനിപ്പിക്കുന്നത് ഈ ഒഴിവാക്കപ്പെട്ട ശ്ലോകങ്ങളിലാണ്. അങ്ങനെ ആ ശ്ലോകത്തിലാണ് ദേവിയുടെ ആയുധരൂപിണിയായിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ആ ആവേശമാണ് യുവാക്കളിൽ ഉണ്ടായത്. അങ്ങനെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് യുവാക്കൾ എടുത്തു ചാടുന്നത്. ബ്രിട്ടൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് സാംസ്കാരികമായി തങ്ങൾ സമ്പന്നരാണ് എന്ന് കാണിക്കാൻ കൂടിയാണ് വന്ദേമാതരം രചിച്ചത്. അത്തരത്തിലുള്ള മഹത്തായ ഒരു രചനയും രാജ്യത്തിൻ്റെ ദേശീയ ഗീതത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഒഴിവാക്കപ്പെടുന്നത്? എന്തിനാണ് ഒഴിവാക്കുന്നത്? ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മതിയായ ഒരു കാരണവുമില്ല. വന്ദേമാതരം ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ്. അത് പാടിത്തന്നെയാണ് ഈ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും കാണിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഈ വന്ദേമാതരത്തെ അസദുദ്ദീൻ ഒവൈസിയല്ല ആരെതിർത്താലും തീർച്ചയായിട്ടും ദേശീയ ഗീതം ഇവിടെ ആലപിക്കപ്പെടും. ബഹുമാനിക്കേണ്ട എല്ലാവരും തന്നെ അതിനെ ബഹുമാനിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ടി വരും. അതിന് മതത്തിൻ്റെ ഛായ കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തെ, ഈ രാഷ്ട്രഗീതത്തെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യത്തോട് കൂറും വിശ്വാസ്യതയുമുള്ള ഒരു നേതൃത്വം അതിന് അവസരം കൊടുക്കില്ല. തീർച്ചയായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.